0% പണിക്കൂലിയിൽ കേരളത്തിൽ സ്വർണം വിറ്റിരുന്ന ഒരു ജുവലറി ഉണ്ട്, അൽ മുക്തദിർ ഗ്രൂപ്പ്. അവരെന്ന് എവിടെയാണ്? ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കൊല്ലം ജില്ലയിലെ മുഴുവൻ ഷോറൂമുകളും ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. 200 മുതൽ 2000 കോടി രൂപ വരെയുള്ള സ്കാമാണ് ആ ജുവലറി നടത്തിയിരിക്കുന്നത് എന്നാണ് പത്രമാധ്യമങ്ങളിൽ കൂടി എനിക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. 0% പണിക്കൂലിയിൽ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ജുവലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും വിശ്വസിച്ചില്ല. മലയാളികൾ എപ്പോഴും അങ്ങനെയാണ്. കാരണം പറ്റിക്കപ്പെടാൻ, വഞ്ചിക്കപ്പെടാൻ നിന്നു കൊടുക്കുന്നവരാണ് മലയാളികളിൽ ബഹുഭൂരിപക്ഷവും. ഇതേ അവസ്ഥയിൽ തന്നെ ടൈൽ മേഖലയിൽ പുതിയ പരസ്യങ്ങളുമായി ഇന്ന് നിരവധി ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയും പത്രമാധ്യമങ്ങളിൽ കൂടിയും പരസ്യങ്ങൾ വരുന്നുണ്ട്. 27 രൂപയ്ക്ക് 4x2 ടൈൽ, 33 രൂപയ്ക്ക് 4x2 ടൈൽ, 22ഉം 23 രൂപയ്ക്കും 2x2 ടൈലുകൾ, അതും പ്രീമിയം ക്വാളിറ്റി. ആ പരസ്യങ്ങളിൽ വീണ് വഞ്ചിതരാകുന്നത് ആരാണ്? ഈ പരസ്യമെല്ലാം കണ്ട് വളരെ ലാഭത്തിലാണ് ഞങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്നത് എന്ന് ധരിച്ചു വശായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ബിൽഡേഴ്സ് ഉണ്ട്. പിന്നീടല്ലേ സ്വന്തമായി വീട് വെക്കുന്ന കസ്റ്റമർക്ക് ഇത് മനസ്സിലാകുന്നത്. ഒരു ചെറിയ കണക്കിലൂടെ നമുക്ക് ഇത് ബോധ്യപ്പെടാം. നമുക്ക് ആദ്യം തന്നെ നോക്കാം. 600,200, അതായത് 4x2 ടൈൽ കൊമേഴ്സ്യൽ ക്വാളിറ്റി നമ്മൾക്ക് നാട്ടിലെത്തുന്നത് 19 രൂപ 25 പൈസക്കാണ്. 19 രൂപ 25 പൈസക്ക് നാട്ടിലെത്തുന്ന പ്രൊഡക്റ്റുകൾ ഇന്നും മാർക്കറ്റിൽ പൊതുവെ വിൽക്കുന്ന റേറ്റ് 27 രൂപയാണ്. 27 രൂപ. ഈ 27 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് 19 രൂപ 25 പൈസക്ക് വരുന്ന പ്രൊഡക്റ്റ് 27 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എത്ര പെർസെന്റേജ് ഓഫ് മാർജിനാണ് ഈ ഡീലർക്ക് കിട്ടുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ 40.25% ആണ്. 40.25%. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരാം. അത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ്. സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നാട്ടിലെത്തുന്നത് 23 രൂപ 50 പൈസക്കാണ്. 23 രൂപ 50 പൈസക്ക് വരുന്ന പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ സാധാരണയായി വിൽക്കുന്ന റേറ്റ് 33 രൂപയാണ്. 33 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എത്ര പെർസെന്റേജ് ആണ് ഇതിന്റെ ലാഭം? 40.42% ആണ്. 40.42%. ഇനി ഒരു കാറ്റഗറി വരുന്നുണ്ട്, വൺ ടൈം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ. അതായത് പ്രീമിയം ആണ്, എന്നാൽ വൺ ടൈമിലേക്ക് മാത്രം കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനർത്ഥം ഒരു ഗ്യാരണ്ടിയും ഇല്ലെന്നാണ്. വാങ്ങിയാൽ പിന്നീട് ഒരു ഗ്യാരണ്ടിയും ഇല്ല. സോർട്ടിംഗ് മെറ്റീരിയൽ ആണെന്ന് ചോദിച്ചാൽ അല്ല. അസോർട്ടഡ് മെറ്റീരിയലുകൾ പ്രീമിയം ക്വാളിറ്റി എന്ന വ്യാജേന ഒരു പ്രൈസ് ഇടുന്നു. അതെല്ലാ കമ്പനികളും ഇന്ന് മിക്കവാറും കമ്പനികളിൽ ഈ പ്രൊഡക്റ്റുകൾ ലഭ്യമാണ്. അതിന്റെ ലാൻഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 30 രൂപയാണ്. അതിന്ന് മാർക്കറ്റിൽ 36 രൂപ വരെ വിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പെർസെന്റേജ് ഓഫ് മാർജിൻ എന്ന് പറയുന്നത് 20%. ഇനി ഒരു കാറ്റഗറി ഉള്ളത് നല്ല ക്വാളിറ്റിയുള്ള കമ്പനികളുടെ പ്രീമിയം പ്രോഡക്റ്റുകളാണ്. അതിന്റെ ഇന്നത്തെ ലാൻഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ എത്താനുള്ള ലാൻഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 35 രൂപയാണ്. 35 രൂപയ്ക്ക് വരുന്ന സാധനം മാർക്കറ്റ് ടൈറ്റ് കൊണ്ട് 40 രൂപയ്ക്ക് വിൽക്കാറുണ്ട്. 40 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അതിന്റെ പെർസെന്റേജ് ഓഫ് മാർജിൻ എന്ന് പറയുന്നത് 14.28%. ഇനി മാർക്കറ്റിന്റെ മത്സരാധിഷ്ഠിത ലോകത്ത് ഈ 40 രൂപയ്ക്കല്ല, അത് 38 രൂപയ്ക്ക് വിറ്റാൽ അതിന്റെ പെർസെന്റേജ് ഓഫ് മാർജിൻ എന്ന് പറയുന്നത് 8.57%. അപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ പെർസെന്റേജ് ഓഫ് മാർജിൻ നോക്കുമ്പോൾ, അതായത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയോ കൊമേഴ്സ്യൽ ക്വാളിറ്റിയോ വിൽക്കുമ്പോൾ 40% മുകളിൽ ലാഭം കിട്ടുകയും അതിന്റെ വൺ ടൈം പ്രീമിയം വിൽക്കുമ്പോൾ ഏകദേശം 20% മാർജിൻ ലഭിക്കുകയും പക്ക പ്രീമിയം മെറ്റീരിയൽ വിൽക്കുമ്പോൾ 10% അല്ലെങ്കിൽ അതിൽ താഴെയോ കിട്ടുന്ന തരത്തിലേക്ക് ആലോചിക്കുമ്പോൾ ഒരു കച്ചവടക്കാരൻ ഏത് വിൽക്കാനായിരിക്കും കൂടുതൽ താല്പര്യപ്പെടുക? ഇന്ന് മാർക്കറ്റിലെ കച്ചവടം മുഴുവൻ ലാഭത്തിന്റെ പിറകെ പോകുന്നത് കൊണ്ട്, ക്വാളിറ്റിക്ക് പ്രാധാന്യമില്ലാത്തത് കൊണ്ട് ആളുകൾ ഏറ്റവും കൂടുതൽ ഈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയും വൺ ടൈം പ്രീമിയവും വിൽക്കാൻ തയ്യാറാകുന്നു. കാരണം അവർക്കതാണ് നല്ലത് പെർസെന്റേജ് ഓഫ് മാർജിൻ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, നാപ്പ മാർബിൾസിൽ ഈ 3 കാറ്റഗറി ഓഫ് ടൈൽസും ഞങ്ങൾ വിൽക്കുന്നില്ല. അത് പരസ്യത്തിൽ കൂടി വളരെ വ്യക്തമായി ഞങ്ങൾ പറയാറുണ്ട്, സെക്കൻഡ് ക്വാളിറ്റി വിൽക്കാത്ത ഷോറൂം എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ണുമടച്ച് വിശ്വസിച്ച് ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ പർച്ചേസ് ചെയ്യാം. ഇനി ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ,
നമ്മൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കസ്റ്റമറിന് തോന്നുന്നത് എന്താ, 27 രൂപയ്ക്ക് 4/2 വിൽക്കുമ്പോൾ ആ കടക്കാരന് ലാഭം കുറവാണ്, അവന്റെ ലാഭത്തിൽ കുറച്ചിട്ടാണ്. അല്ലെങ്കിൽ 33 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് തരുമ്പോൾ അവന്റെ ലാഭത്തിൽ വളരെ കുറവാണ്, അവൻ ലാഭം എടുക്കുന്നില്ല എന്നുള്ള ധാരണയാണ്. പക്ഷെ 40% മുകളിലാണ് അവന്റെ ലാഭം. തിരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രീമിയം ക്വാളിറ്റി വിൽക്കുന്നവരുടെ, അത് ഞങ്ങൾ മാത്രമല്ല, കേരളത്തിൽ എവിടെയും പ്രീമിയം ക്വാളിറ്റി മാത്രം ഡീൽ ചെയ്യുന്നവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ വില കൂടുതലായിട്ട് എടുക്കുമ്പോൾ, കൂടിയ വിലക്ക് വാങ്ങുമ്പോൾ ധാരണ ഈ മുതലാളിക്കാണ് ഈ പൈസ കിട്ടുന്നതെന്ന്. ഒരിക്കലുമല്ല. പ്രൊഡക്റ്റിന്റെ പർച്ചേസിനകത്തുള്ള വ്യത്യാസമാണ് അത് വില കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ആ തിരിച്ചറിവ് കസ്റ്റമർക്ക് ഉണ്ടാവണം. ഞങ്ങൾ ഇത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, വളരെ വിഷമകരമായിട്ടുള്ള ഒരു വിഷയം ഇന്ന് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അപ്പൊ 27 രൂപയ്ക്കോ 33 രൂപയ്ക്കോ 4/2 വാങ്ങുകയും 22 രൂപയ്ക്ക് 2/2 വാങ്ങി ലേ ചെയ്യുന്നതും ആരാണെന്ന് നമുക്ക് നോക്കാം. അത് രണ്ട് കാറ്റഗറിയാണ്. ഒന്ന്, എന്ത് പരസ്യവും വിലക്കുറവിന്റെ കണ്ടാൽ ചാടി വീണ് എവിടെങ്കിലും പോയി അബദ്ധം പറ്റുന്ന കുറെ കസ്റ്റമേഴ്സ്. വിലക്കുറവ് മാത്രമാണ് അവർക്ക് വിഷയം, ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമേ വേണ്ട. പിന്നീടൊന്ന്, താക്കോൽ വർക്ക് ചെയ്തു കൊടുക്കുന്ന കോൺട്രാക്ടേഴ്സ്. എല്ലാവരുമല്ല, താക്കോൽ വർക്ക് ചെയ്തു കൊടുക്കുന്ന ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റുകൾ ഇട്ട് സ്വന്തം ലാഭം മാത്രം ചിന്തിക്കുന്ന കോൺട്രാക്ടേഴ്സ്. അവരിത്തരം സ്ഥലങ്ങളിൽ പോയി പർച്ചേസ് ചെയ്യും. അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിലേക്ക് 2-3 വർഷത്തേക്ക് മാത്രമാണ് ഈ പ്രൊഡക്റ്റ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇത്തരം പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ സെക്കൻഡ് എടുത്തിട്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, 2 വർഷത്തിനോ 5 വർഷത്തിനോ മുമ്പ് ഒരു സെക്കൻഡ് ക്വാളിറ്റി അല്ലെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ 1 ടൈം പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകളായിരുന്നു. അപ്പോൾ അത്തരം കാറ്റഗറിയിലേക്ക് പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി മാറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 1 ടൈം പ്രീമിയം എന്ന് പറയുന്നത് പഴയ സെക്കൻഡ് ആണെന്നുള്ള ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത്തരം പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരം വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമാണിത്. അല്ലാതെ നാപ്പ മാർബിൾസിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരസ്യമേ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വില നിലവാരം ബോധ്യപ്പെട്ട്, ക്വാളിറ്റി ബോധ്യപ്പെട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം.